ഹായ് ഗൈസ്, നമ്മളിന്നൊരു ബുക്ക് വായിച്ചു. രാത്രി 12-ന് ശേഷം. നമ്മുടെ അഖിൽ പി ധർമ്മജനാണ് അതിൻ്റെ റൈറ്റർ വരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, റാംകോ ആനന്ദിയുടെ റൈറ്ററാണ്. ഭയങ്കര ഹൈപ്പിൽ ഹിറ്റായി ഓടിയൊരു ബുക്കാണ് റാംകോ ആനന്ദി. അപ്പോൾ അതിൻ്റെ റൈറ്ററായിട്ടുള്ള അഖിൽ പി ധർമ്മജൻ്റെ രാത്രി 12-ന് ശേഷം. പേരിൽ തന്നെ ഒരു മിസ്റ്റീരിയസ് ഫീൽ ഉണ്ടല്ലോ. ആ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാനും ആ ബുക്ക് വായിക്കാൻ ചൂസ് ചെയ്തത്. തുടക്കത്തിൽ തന്നെ ഒരു നോർമൽ ടിപ്പിക്കൽ നോവൽസിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ അല്ല ഈ നോവലിന് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു സിനിമാറ്റിക് എഫക്റ്റ് തുടക്കം മുതൽ തന്നെ അത് വായിക്കുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ടായിരുന്നു. തുടക്കമൊക്കെ വളരെ ഹുക്കിംഗ് ലെവലിൽ ഇങ്ങനെ പീക്കായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കഥയുടെ ഗതി മാറിപ്പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് ഇതിങ്ങനെ പോകുന്നുണ്ട്, കൊള്ളാലോ അങ്ങനെ ചിന്തിച്ച് വരുന്നിടത്ത് കഥ ഇങ്ങനെ പല രീതിയിൽ വഴിമാറി പോകുന്നതും ചില സ്ഥലത്തൊക്കെ ഇൻകംപ്ലീറ്റ് ആയ രീതിയിലൊക്കെ ഫീൽ ചെയ്തു. അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. ഞാൻ ഇതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം. കാരണം റാംകോ ആനന്ദി അത്ര അടിപൊളി സ്റ്റോറി ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ റൈറ്റിംഗ് ആയിട്ട് ഇതുപോലൊരു ഫാൻറ്റസി ലെവലൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ലെവൽ എക്സ്പെക്റ്റ് ചെയ്ത് അത്ര എത്തിയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആവറേജ് ഒരു നോർമൽ ഓഡിയൻസിനൊക്കെ വായിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി. എസ്പെഷ്യലി ക്ലൈമാക്സ് വരുന്നിടത്ത് പലർക്കും കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് സ്റ്റോറി വായിക്കുമ്പോൾ. ഞാൻ തുടക്കത്തിലൊക്കെ പലരും പറയുന്നിട്ട് ഭയങ്കര ഇതാണ്, മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത അത് തന്നെയാണ് സംഭവിച്ചതും. ക്ലൈമാക്സ് എത്തിയപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായി, ഇതിപ്പോൾ എന്തെങ്ങനെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിച്ചു. മേ ബി അത് റൈറ്ററിൻ്റെ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ആയിരിക്കാം. കാരണം നമ്മൾ വായിക്കുന്ന വായനക്കാരനെ കൊണ്ട് ചിന്തിപ്പിച്ച് ഉത്തരം കണ്ടെത്തുന്ന ഒരു രീതി ഇപ്പോഴത്തെ ഒരു റൈറ്റിങ്ങിൽ പലരും യൂസ് ചെയ്യാറുണ്ട്. കഥയുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പരകായ പ്രവേശം, ആസ്ട്രൽ പ്രൊജക്ഷൻ, ഇതൊക്കെ ഒരു മിത്താണെന്നും പറയുന്നുണ്ട്. ചിലവർ അതിനു വേണ്ടി വാദിക്കുന്നവരുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു ഫാൻറ്റസി എലമെന്റ് കൊണ്ടുവരുമ്പോൾ അത് വായനക്കാരനെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് ഒരു എഴുത്തുകാരൻ്റെ വലിയ ചലഞ്ചിങ് പോയിന്റാണ്. അതിൽ ലേശം ഒരു ഇതെനിക്ക് തോന്നി. കാരണം നമ്മൾ എക്സ്ട്രീം ഫാൻറ്റസി ആയിട്ടുള്ള കഥകൾ മേ ബി ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് ചിന്തിപ്പിച്ചിട്ടുള്ള പല കഥകളും വായിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കഥ അങ്ങോട്ട് വിശ്വസനീയമല്ലാത്ത ഒരു ഫീല് തോന്നി. ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലീഷയാണ്. അതായത് പരകായ പ്രവേശം, ഇങ്ങനെ ബോഡി സ്വിച്ചിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പലയിടത്തും അങ്ങനെ കണ്ട് ശീലിച്ചു പോയൊരു കാര്യമാണ്. അപ്പം അതിനൊരു സ്ഥിരം ടെംപ്ലേറ്റും ഉണ്ട്. ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്ത റൂട്ടിൽ കൂടെയൊക്കെ പോയി പിന്നെ പല സിറ്റുവേഷൻസും ഒരു തലം വരെ എത്തിച്ച് പിന്നെ വേറൊരു ഇതിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും അടുത്ത ക്യാരക്ടറിലേക്ക് വരുന്നു. ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പാറ്റേണിലൂടെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ കഥ പോയി തുടങ്ങി. അവിടെയാണ് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വന്നത്. കഥയുടെ കൂടുതൽ ഡീപ്പായിട്ടുള്ള വശങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാനൊരു ഓവറോൾ കഥയുടെ ഒരു ഗതിയാണ് ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിച്ചത്. കഥയുടെ ഒരു ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടി കാണും. ബോഡി സ്വിച്ചിങ് ഇതാണ് മെയിൻ കണ്ടന്റ്. ഇത് വെച്ച് ക്യാരക്ടേഴ്സ്, കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരിലൂടെ കൊണ്ടുപോകുന്ന ട്രാവലിംഗ്, രാത്രി നടക്കുന്ന സംഭവങ്ങൾ, ഒരു ക്യാരക്ടറിനെ ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നമുക്ക് അതാണ് ഹുക്കിംഗ് പോയിന്റ്. സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് കഥയിൽ. ആ ക്യാരക്ടറാണ് മെയിൻ പോയിന്റ്. അതിന് ചുറ്റിപ്പറ്റിയാണ് ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനെ ഇന്നായി കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും വായിച്ചു നോക്കൂ. ചിലപ്പോൾ ഒരാളുടെ ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല വേറൊരാൾക്ക്. മേ ബി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒരിക്കലും വായിക്കാതിരിക്കരുത്.